ഒരു അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ളത്. പ്രതിഷേധങ്ങൾ ചൂടുപിടിക്കുകയാണ്. ഭരണകൂടം പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന രീതിക്കെതിരെ പ്രതിപക്ഷവും അതേപോലെ തന്നെ CJPയും ഒക്കെ വലിയ സമരങ്ങൾ നടത്തുന്നുണ്ട്. നിയമവും ക്രമവും സംരക്ഷിക്കാനാണ് നടപടികളെന്ന സർക്കാരിൻ്റെ വിശദീകരണവും തമ്മിൽ രാഷ്ട്രീയ പോര് ശക്തമാകുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ നിലപാടും സമരത്തിന്റെ ഭാവിയും ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളും ചർച്ച ചെയ്യാൻ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ആണ്. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ആദ്യമേ തന്നെ ചോദ്യത്തിലേക്ക് കടന്നേക്കാം. കാരണം ഒരു വല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. നമ്മൾ കുറച്ച് നാളുകളായി ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധമൊക്കെ രാജ്യത്ത് കണ്ടിട്ട് ഇപ്പോഴും ഈ പ്രതിഷേധങ്ങളെ ഇതൊക്കെ ജനകീയ പ്രതിഷേധങ്ങളല്ല, ബോധപൂർവം ഉണ്ടാക്കിയ ചില നാടകങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രിയെ ചേർത്ത് നിർത്തുന്ന BJP സമീപനമാണ് ഇന്നലെയും നമ്മൾ കണ്ടതൊക്കെയും. ഈ പ്രതിഷേധത്തിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? നിലവിലൊരു സാഹചര്യം എങ്ങനെയാണ് ശ്രീ കൊടിക്കുന്നിൽ? നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന നാൾ മുതൽ രാജ്യത്തൊട്ടാകെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുക, അതോടൊപ്പം തന്നെ അത്തരം പ്രക്ഷോഭങ്ങളെ തീവ്രവാദികളുടെ പ്രക്ഷോഭമായി അതിനെ ചെറുതായി കാണുക, അതിനെ ആ രീതിയിൽ അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെൻറ് ഒരു സമീപനം. നമ്മുടെ വിദ്യാർത്ഥികൾ എത്രയോ നാളുകൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പ്രക്ഷോഭമാണ്. കാരണം നമ്മുടെ പരീക്ഷാ സംവിധാനമാകെ തകർന്നു, നമ്മുടെ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു, പേപ്പറുകൾ വളരെ സുതാര്യമായി നടത്തേണ്ട പേപ്പറുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും ചോർന്നു. എന്നിട്ടും ഒരു കുലുക്കവുമില്ലാതെ ഒരു അനക്കവുമില്ലാതെ സർക്കാർ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഇതിനെതിരായി വിദ്യാർത്ഥികളുടെ ഭാവിയെ പന്താടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയും നിലപാടുകൾക്കെതിരായി പ്രക്ഷോഭവുമായി മുന്നോട്ട് വന്നത്. ആ പ്രക്ഷോഭം ഇന്ത്യയിലോട്ടാകെ വിദ്യാർത്ഥികളും യുവാക്കളും ഏറ്റെടുക്കുകയുണ്ടായി. ഇവിടെ പരീക്ഷ ഒരു റാക്കറ്റ് തന്നെ ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ ക്രമക്കേടുകളിൽ ഇടപെടുന്നു. എല്ലാ വർഷവും ഈ റാക്കറ്റുകൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അതൊക്കെ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ സഹായത്തോടും അതുപോലെ തന്നെ അവരുടെ പിന്തുണയോടും കൂടിയാണെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഈ പരീക്ഷ ശരിയായ രീതിയിൽ നടത്തുന്നതിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പരാജയപ്പെട്ടു. അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി അതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ ആ വിദ്യാഭ്യാസ മന്ത്രിയെ വെള്ളപൂശാനും അതോടൊപ്പം തന്നെ ഈ നടന്ന ക്രമക്കേടുകളെ ലഘൂകരിക്കാനും ആണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആണ് ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ പ്രക്ഷോഭം ഇന്ന് ഇന്ത്യ ഒട്ടാകെ അത് ആളിപ്പടരുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ നിലപാടിൽ മാറ്റം വരുത്താൻ അവർ തയ്യാറല്ല. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം ഈ വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയാകാം എന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം അത് ഫലം കാണുകയും കേന്ദ്രത്തെ സമ്മർദ്ദത്തിലാക്കുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലം ഇതിന് പിന്നിലുണ്ട്. ഇപ്പോൾ ചർച്ചയാകാമെന്ന് പറയുമ്പോഴും നിഷ്പക്ഷമായ കൃത്യമായൊരു ചർച്ച നടക്കും എന്നൊരു ഉറപ്പ് പ്രതിപക്ഷത്തിനുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ പ്രതിപക്ഷത്തിനുണ്ടോ? അല്ല, എപ്പോഴാണ് കിരൺ റിജിജു ചർച്ചയാകാമെന്ന് പറഞ്ഞത്? ഇന്നലെയാണ് പാർലമെൻറ്റിൽ പറഞ്ഞത്. അതിന് മുമ്പ് വരെ ഇവരുടെ നിലപാടെന്തായിരുന്നു? നമുക്കറിയാം, CJPയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ജന്തർ മന്ദറിൽ ആരംഭിച്ചിട്ട് 1 മാസമായി. സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചിട്ട് ദിവസങ്ങളായി. ഇതുവരെ ഈ സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരത്തെ ലഘൂകരിച്ച് കണ്ട് അതിനെ നിസ്സാരമായി കണ്ടവർ കഴിഞ്ഞ 10, 30, 40 ദിവസമായി ജന്തർ മന്ദറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രക്ഷോഭം നടത്തിയപ്പോൾ ഒരു ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറായില്ല. കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല, വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായില്ല. പകരം സമരം നടത്തുന്നവരെ അവഹേളിക്കാനും അപഹസിക്കുവാനുമാണ് ശ്രമിച്ചത്. പക്ഷേ ഈ സമരം കേന്ദ്ര സർക്കാരിനെതിരായി വരുന്നു എന്ന് കണ്ടപ്പോൾ ഈ സമരം അടിച്ചമർത്താൻ ഇനി കഴിയില്ല എന്ന് വന്നപ്പോഴല്ലേ ഇന്നലെ പാർലമെൻറ്റിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞത്. പക്ഷേ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും ഏത് തരത്തിലുള്ള ചർച്ചയാണ് എന്നവർ പറയുന്നില്ല. അപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ മറുപടി പറയുന്ന ഒരു ചർച്ചയാണെങ്കിൽ
ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ മറുപടി പറയുന്ന ഒരു ചർച്ചയാണെങ്കിൽ ആ ചർച്ച കൊണ്ട് എന്ത് ഫലം? കാരണം ഒന്നാം പ്രതി ഈ പരീക്ഷാ ക്രമക്കേടിൽ, നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതി ധർമ്മേന്ദ്ര പ്രധാനാണ്. ആ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ചർച്ചയ്ക്ക് മറുപടി പറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒന്നും ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണം, അദ്ദേഹത്തെ പുറത്താക്കണം, അദ്ദേഹം രാജിവെക്കണം, അദ്ദേഹം മാറി നിൽക്കണം, എന്നിട്ട് ചർച്ചയാകാം എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പുകമറ സൃഷ്ടിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും പ്രതിപക്ഷം അത് അംഗീകരിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ്. ചർച്ച ആകാം, പക്ഷേ പ്രതിപക്ഷം പറയുന്നത് എന്താണ്? ചർച്ചയുടെ മറുപടി ധർമ്മേന്ദ്ര പ്രധാൻ പറയരുത്. ധർമ്മേന്ദ്ര പ്രധാന് പറയാൻ അതിന് യോഗ്യതയില്ല. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പുകളും ഈ കൊള്ളയും ഒക്കെ നടന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മന്ത്രി മറുപടി പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് നീക്കണം, പുറത്താക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം അംഗീകരിക്കാതെയുള്ള ഒരു ചർച്ചയാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അവരും അംഗീകരിക്കുന്നില്ല, പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് അവരുടെ താല്പര്യം അനുസരിച്ചുള്ള ഒരു ചർച്ചയാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു ചർച്ച പാർലമെൻറ്റിൽ നടത്തിയിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചത്. മന്ത്രി അതിനൊപ്പം തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തേക്ക് ഒരു പോലീസ് നടപടി ഉണ്ടല്ലോ. ഇപ്പൊ പാർലമെന്റിലേക്ക് പ്രതിഷേധം നടത്തിയ CJP പ്രവർത്തകരെ തല്ലിച്ചതച്ചത്, മനുഷ്യത്വമില്ലാതെ തല്ലിച്ചതച്ച നടപടിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർ, രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോട് നടത്തിയ പോലീസ് നടപടിയുണ്ട്. പ്രിയങ്ക ഗാന്ധി ഒരു വനിതാ പോലീസിന്റെ പോലും സാന്നിധ്യമില്ലാതെ ഈ ബസ്സിനുള്ളിലേക്ക് തള്ളിക്കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ലൈവായി കണ്ടതാണ്. അപ്പം പ്രതിഷേധത്തോടുള്ള പോലീസ് സമീപനം, അല്ലെങ്കിൽ പോലീസിനെ കയറൂരി വിടുന്ന സമീപനം, ഇതിനൊക്കെ എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്? എങ്ങനെയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് കാണുന്നത്? എങ്ങനെയാണ്? അല്ല, ജന്തർ മന്ദറിൽ നിന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭം അത് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഈ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായുള്ള പ്രക്ഷോഭം നടത്തുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം രാജസ്ഥാനിലെ കോട്ടയിൽ ഏറ്റവും കൂടുതൽ ക്രമക്കേടുകളുടെ ഈ ഉറവിടം എന്ന് പറയുന്നത് ഈ CBSE പരീക്ഷകളുടെയും നീറ്റ് പരീക്ഷകളുടെയൊക്കെ ക്രമക്കേടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കോട്ടയാണ്. അവിടെ അദ്ദേഹം പോയി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുമായി സംവദിച്ചു, അവരുടെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ഡെറാഡൂണിലും അദ്ദേഹം പോയി, ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനത്ത്. അവിടെയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുമായി അദ്ദേഹം നടത്തി. അപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താണ്, ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ ആക്രമണം, നിരപരാധികളായ വിദ്യാർത്ഥികളെ മനസാക്ഷിയില്ലാതെ ആക്രമിച്ച പോലീസ് ലാത്തിയും ബാനറ്റും ടയർ ഗ്യാസും അതുപോലെ ജലപീരങ്കിയും മറ്റ് എന്തൊക്കെ ആയുധങ്ങളാണോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് പാവപ്പെട്ട വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. അങ്ങനെ ക്രൂരമായി മർദ്ദനമേറ്റ് റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ കിടക്കുന്ന വിദ്യാർത്ഥികളെ കാണാൻ രാഹുൽ ഗാന്ധി പോയി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ പോയി. അപ്പോൾ അവിടെ കണ്ട വികാരപരമായ രംഗങ്ങൾ, ഓരോ വിദ്യാർത്ഥികൾക്ക് ഏറ്റ മർദ്ദനം, അവരുടെ ICU യൂണിറ്റിൽ വരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ. ഇനി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന ആ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം, ആ മർദ്ദനം നേരിട്ട് കണ്ട രാഹുൽ ഗാന്ധി ഇനി ഇത് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ല, പോലീസിൻ്റെ ഈ അതിക്രമങ്ങളെ നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രക്ഷോഭത്തിന് നേരിട്ട് രംഗത്ത് വന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധന്മാരോ അല്ലെങ്കിൽ തീവ്രവാദികളോ അല്ല. ലോക്സഭയിലെ 100 MP കോൺഗ്രസ് MP-മാരും രാജ്യസഭയിലെ 23 MP-മാർ കോൺഗ്രസ് MP-മാർ, ഞങ്ങളാണ് പാർലമെൻറ്റ് അംഗങ്ങളാണ് പ്രധാനമന്ത്രി വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. അത് ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല, പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ അവസരം തരുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്തുന്നില്ല. ഈ സമരം അവസാനിപ്പിക്കാനുള്ള ക്രിയാത്മകമായ ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല. പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു.
ആഭ്യന്തരമന്ത്രിയുടെ അധീനതയിൽ വരുന്ന ഡൽഹി പോലീസ്, അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് ഡൽഹി പോലീസ്. ആ ഡൽഹി പോലീസിനെ കയറൂരി വിട്ട് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കാൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഒരു പരസ്യമായിട്ട് പ്രതികരണം നടത്തുമെന്ന് ഈ രാജ്യത്തിലെ ആരും വിചാരിക്കുന്നില്ല. കാരണം തോന്നുന്ന കാര്യങ്ങൾ തോന്നുന്ന സമയത്ത് പറഞ്ഞു പോകുന്നതാണല്ലോ ഇവരുടെയൊക്കെ ഒരു നിലപാടല്ലാതെ മാധ്യമങ്ങളെ കണ്ടൊരു കാര്യം പറയലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം ശ്രീ കൊടിക്കുന്നിൽ, കേരളത്തിലെ മന്ത്രിമാർ പലരും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാണ്. പിന്നെയാണ് ഈ സമരം തുടങ്ങിയതൊക്കെ. അപ്പോൾ അത് ഒരു രഹസ്യ നീക്കമായതുകൊണ്ടായിരുന്നോ? അല്ലല്ല, ഞങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജന്മദിനമായിരുന്നു അന്ന്. ആ ദിവസം ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ അവിടെ പോയി. ആ പോയ സാഹചര്യത്തിലാണ് എല്ലാവരും, അതിൻ്റെ തൊട്ടടുത്താണ് പ്രധാനമന്ത്രിയുടെ വീട്, റേസ് കോഴ്സ് റോഡ്. അപ്പോൾ എല്ലാവരും കൂടി നേതാക്കന്മാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രിയുടെ വീട് തൊട്ടടുത്താണ്, തീർച്ചയായും നമ്മളെല്ലാവരും MP-മാരാണല്ലോ എല്ലാവരും, നമുക്ക് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയാൽ എന്താ എന്ന് ഒരു ആലോചന വന്നു. എല്ലാവരും അതിനെ അംഗീകരിച്ചു. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രമേ പ്രധാനമന്ത്രി ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീടിൻ്റെ അടുത്തുനിന്ന്, രാജാജി മാർക്കിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രമേ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കോ ദൂരമുള്ളൂ. അപ്പോൾ അവിടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അത് മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാനിംഗ് ഒന്നുമല്ല. പെട്ടെന്ന് സഡനായിട്ട് ആശുപത്രിയിൽ പോയി, രാമനോഹർ ലോഹിയ ആശുപത്രിയിൽ പോയി വിദ്യാർത്ഥികൾ ഭീകരമായി മർദ്ദനമേറ്റ വിദ്യാർത്ഥികളുടെ അവസ്ഥ കണ്ടിട്ടാണ് അവസാനം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രധാനമന്ത്രി വസതി, ഞങ്ങൾ ആയുധധാരികളായിട്ടല്ല പോയത്, ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പിടിച്ചെടുക്കാൻ പോയതല്ല, ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കയറി അക്രമം നടത്താൻ പോയതല്ല, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട MP-മാരാണ്, കേന്ദ്രമന്ത്രിമാരായിരുന്നവരാണ്, അതുപോലെ തന്നെ മറ്റ് പല ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുള്ള MP-മാരാണ്. ആ രാജ്യസഭയിലും ലോക്സഭയിലെയും കോൺഗ്രസിൻ്റെ 120ഓളം വരുന്ന MP-മാരാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും നേതൃത്വത്തിൽ അവിടേക്ക് പോയത്. അവിടെ പോയത് ഞങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിക്കുക, പ്രൊട്ടസ്റ്റ് അറിയിക്കുക. പ്രധാനമന്ത്രിയാണെങ്കിൽ പാർലമെൻറ്റിൽ വരുന്നില്ല, പ്രധാനമന്ത്രിയാണെങ്കിൽ പാർലമെൻറ്റിൽ വന്ന് ഈ വിഷയത്തിൽ ജനങ്ങളോട് സംസാരിക്കുന്നില്ല, പാർലമെൻറ്റിനോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി മൗനം വെടിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അക്രമത്തെ നേതൃത്വം നൽകിയ പോലീസ് ഒരു പ്രസ്താവനയൊക്കെ നടത്താൻ തയ്യാറാകുമെന്ന്. അല്ല, പ്രസ്താവന നടത്തണമല്ലോ. പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ. ഈ ഇത്രയും വലിയൊരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിന് കാരണങ്ങൾ മനസ്സിലാക്കി ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ വിളിച്ചു വരുത്തി സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ആ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കില്ലേ? പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല? അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല? അദ്ദേഹം എന്തിനാണ് ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത്? നമുക്കറിയാം, കർഷക സമരം വന്നു. എത്ര ദിവസം നീണ്ട കർഷക സമരമാണ്. 78ഓളം കർഷകർ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ മരണപ്പെടുകയുണ്ട് ആ കർഷക സമരത്തിൽ. എന്താണ് പ്രധാനമന്ത്രി ചെയ്തത്? ആ കർഷകരുമായി സംസാരിച്ചോ? അവരെ 2-3 മന്ത്രിമാർ, തൻ്റെ മന്ത്രിസഭയിൽ ചില മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയെന്നല്ലാതെ കർഷകരുടെ സമരത്തിൽ പ്രധാനമന്ത്രി ഇടപെടുകയോ കർഷകരുടെ പ്രതികളുമായി സംസാരിക്കുകയില്ല. ഇപ്പോൾ നടക്കുന്ന രാജ്യത്തല്ല ലോകത്താകമാനം ശ്രദ്ധയായി ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥി സമരത്തെയും പ്രധാനമന്ത്രി ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. ഒരു സമരത്തെയും അദ്ദേഹം ഗൗരവമായി കാണുന്നില്ല. അദ്ദേഹത്തിന് അധികാര കസേരയിൽ ഇരിക്കുക എന്നതിനപ്പുറമായി രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് ഈ സമരം അത് രാജ്യത്ത് ഒരിടത്ത് മാത്രമല്ല, ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്നലെ പലയിടങ്ങളിലും പ്രതിഷേധങ്ങളുണ്ടായി. ഇന്നിപ്പം ഈ പല സ്ഥലങ്ങളിലേക്കും, പ്രത്യേകിച്ച് കേന്ദ്ര സ്ഥലങ്ങളിലേക്കൊക്കെ, പ്രധാനപ്പെട്ട ഓഫീസുകളിലേക്കൊക്കെ ഇന്ന് പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ധുണ്ട്, നാളെ SFI ബന്ദ് നടത്തുന്നു. അപ്പം ഇത് വലിയൊരു സമരമായിട്ട് മാറിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതുകൊണ്ട് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഒപ്പം തന്നെ ഈ സമരത്തിന് ഒരു 2ാം ഘട്ടം ഉണ്ടായിരിക്കുമോ? അല്ല, ഇപ്പോൾ ഈ സമരം ദേശവ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭ രംഗത്ത് വന്നു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരെ പിന്തുണച്ചുകൊണ്ട് സാംസ്കാരിക നായകന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, ബുദ്ധിജീവികൾ, അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാരുൾപ്പെടെയുള്ളവരാണ്. അപ്പോൾ ഇന്നലെ കൊച്ചിയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആ പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ആരംഭിച്ച ഈ പ്രക്ഷോഭം
ഡൽഹിയിൽ മാത്രം ഒതുങ്ങാതെ ഇന്ത്യ ഒട്ടാകെ ഈ പ്രക്ഷോഭം പടർന്നു പിടിക്കുകയാണ്. ഇത് ആളിക്കത്തുകയാണ്. തീർച്ചയായും നരേന്ദ്രമോദി സർക്കാർ ഈ പ്രക്ഷോഭം ഇനിയും അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ അന്ത്യത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയ ഒരു സർക്കാരും ഒരു രാജ്യത്ത് നിലനിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി രാജ്യം ഭരിക്കാമെന്ന് കരുതുന്ന ഒരു ഭരണാധികാരിക്കും അങ്ങനെ ഭരിക്കാൻ കഴിയില്ല. ലോകത്ത് പല രാജ്യങ്ങളിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പല ഭരണകൂടങ്ങളും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അവരുന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ എന്താണ്? ന്യായമല്ലേ? ഒന്ന്, ഈ ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകിയ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക. രണ്ടാമത്തേതാണ്, ഏതാണ്ട് 30-30ഓളം വിദ്യാർത്ഥികളാണ് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആ വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ ഉള്ള ആവശ്യങ്ങൾ മാത്രമേ അവർ ഉന്നയിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നീളുന്നുണ്ട്? അതിൽ ഉടൻ തന്നെ ഒരു സമവായത്തിലേക്കൊക്കെ എത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഞാനൊരു ദീർഘമായ ചോദ്യം അങ്ങോട്ട് ചോദിക്കരുത്. കാരണം ഇപ്പം കഴിഞ്ഞ കുറച്ചായി ഇപ്പം പലതരത്തിലുള്ള ക്രമക്കേടുകൾ, പലവിധത്തിലുള്ള വിവാദങ്ങളൊക്കെ രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പം അയോധ്യ ആവട്ടെ, CJP നടത്തി വരുന്ന സമരമാകട്ടെ, അതിലും ഏറ്റവും ഒടുവിലാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നതും അവരോട് ഐക്യദാർഢ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ സമയത്തൊക്കെ ഉയർന്നൊരു ചോദ്യമായിരുന്നു, എവിടെ രാഹുൽ ഗാന്ധി, എവിടെ കോൺഗ്രസ് നേതൃത്വം, എന്തുകൊണ്ട് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതിലൊന്നും ഇടപെടുന്നില്ല, ബന്ധപ്പെടുന്നില്ല എന്നൊക്കെ. അതിനൊക്കെ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വസതിക്ക് മുന്നിൽ നടന്നു. അതിന് പിന്നാലെയാണ് ഈ കണ്ട നിലയിലേക്ക് ഈ പ്രതിഷേധം മാറിയതും കേന്ദ്രത്തിന് മേൽ ഇതിൽ ഇനി മൗനം തുടരാൻ പറ്റില്ല, സംസാരിച്ചേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അതൊരു അനിവാര്യതയായി മാറുകയാണോ എന്ന തരത്തിലൊക്കെ ചർച്ചകൾ വരാനൊക്കെ തുടങ്ങിയത്. അപ്പം ഈ ഒരു തലത്തിലേക്ക് ഈ പ്രതിഷേധത്തെ മാറ്റിയതോടുകൂടി ഇന്ത്യ ബ്ലോക്ക് വീണ്ടും സജീവമാവുകയാണോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? കാരണം ഇപ്പം ശരത് പവാർ, സുപ്രിയ സുലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സഖ്യം ഈ രീതിയിലാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്താകും സ്ഥിതി എന്നുള്ള തരത്തിൽ ആശങ്കകൾ വന്നു. TMC പിളർന്നു, ആം ആദ്മി MP-മാരെ പിളർത്തി, BJP, ശിവസേന പിളർത്തി, അവശേഷിക്കുന്ന NCP കൂടി പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാകും. അപ്പം ഇതിനെയൊക്കെ ഇന്ത്യ സഖ്യം എങ്ങനെ പ്രതിരോധിക്കും? ഒപ്പം തന്നെ ഇന്ത്യ ബ്ലോക്ക് ഈ വിഷയത്തോടു കൂടി കുറച്ചധികം ശക്തിപ്പെടുകയാണോ? അല്ല, നമ്മൾ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി എവിടെയും പോയിട്ടില്ല. അദ്ദേഹം രാജസ്ഥാനിലെ കോട്ടയിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അത് കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹം 3-4 ദിവസം വിദേശത്ത് പോയി. പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ഡെറാഡൂണിൽ നടന്ന വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ജന്തർ മന്ദറിൽ ഒരു പ്രക്ഷോഭം നടന്നില്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും തന്നെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സമരം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. അത് MP-മാരുടെ സംഘത്തെയാണ് അദ്ദേഹം നയിച്ചത് ആ പ്രക്ഷോഭത്തിന്. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, അതും രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിനെ എത്ര ക്രൂരമായിട്ടാണ് അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ച് പോലീസ് ബാനിൽ കയറ്റി കൊണ്ടുപോയത്. മണിക്കൂറുകളോളം അദ്ദേഹത്തെ അവിടെ തടങ്കലിൽ വെച്ചത്. ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിന് ഒരിക്കലും ഉണ്ടാകാത്ത അനുഭവമല്ലേ പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. ശ്രീ രാഹുൽ ഗാന്ധി ആരാണെന്നും അദ്ദേഹം വഹിക്കുന്ന പദവി എന്താണെന്നും ഡൽഹി പോലീസിന് അറിയാമായിരുന്നു. അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ അവർ രാഹുൽ ഗാന്ധിക്ക് നേരെ ഇത്രയും മൃഗീയമായ രീതിയിലുള്ള അറസ്റ്റ് നടപടികൾ സ്വീകരിച്ചത്? അപ്പോൾ ഈ സർക്കാരിൻ്റെ സമീപനം ജനപ്രതിനിധികളോട്, പ്രതിപക്ഷത്തോട്, പ്രതിപക്ഷ നേതാക്കന്മാരോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പോരാളിയായി, ഒരു സമര നായകനായി, ഒരു പ്രക്ഷോഭ നായകനായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതീക്ഷ, വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെയൊക്കെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയായി മാറിയിരിക്കുന്നു. മറ്റൊരു പ്രതിപക്ഷ നേതാവും ഇന്ത്യയിൽ ഇന്നേ വരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു പ്രക്ഷോഭമാണ് അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ അറസ്റ്റ് ആണെങ്കിൽ അറസ്റ്റ്, പോലീസിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ, സമയപരിമിതി കൊണ്ട് മാത്രം
ഇടപെടുകയാണ് ഞാൻ. കാരണം എനിക്ക് ഇനിയും 1-2 കാര്യങ്ങൾ കൂടി അങ്ങോട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി കൊണ്ടാണ്. അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. ഇപ്പോൾ നടക്കുന്ന സമരം അത് ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ വളരെ നന്ദി. ഓക്കെ.